സെവൻ ഏജസ് ഓഫ് മാൻ ഓർ ഓൾ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നുള്ള ഒരു പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഷേക്സ്പിയറിയൻ ഡ്രാമയിലെ ഒരു പാർട്ടാണിത്. ഇതിൽ മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ഒരു 7 റോളുകൾ ജീവിതത്തിൽ ചെയ്യുന്നു എന്നാണ് ഈ പോയിന്റ് നമ്മളോട് പറയുന്നത്. ആദ്യം നമുക്ക് ഷേക്സ്പിയറിനെ കുറിച്ച് പരിചയപ്പെടാം. അദ്ദേഹം ബാപ്റ്റിസൈസ് ചെയ്യപ്പെടുന്നത് April 26, 1964 in സ്റ്റാൻഫോർഡ് അപ്പൺ ഏവൻ, വാർവിക് ഷയർ, ഇംഗ്ലണ്ട്. Between 1585 to 1592, Shakespeare was an important member of a company of stage actors called Lord Chamberlain's Men. അതായത് 1585-1592 കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റേജ് ആക്ടറായി അല്ലെങ്കിൽ തിയേറ്റർ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോർഡ് ചേംബർലിൻസ് മെൻ എന്ന് പറയുന്നത്. So he was also an English poet, dramatist and actor, and often called as national poet of England. ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ പോയിറ്റായിട്ട് അറിയപ്പെടുന്നത് വില്യം ഷേക്സ്പിയറിനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം 156 ഓളം സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്, ലോങ് നറേറ്റീവ് പോയംസ് എഴുതിയിട്ടുണ്ട്, 33 ഡ്രാമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഡ്രാമകൾ, അദ്ദേഹത്തിൻ്റെ ഡ്രാമകൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ആക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ അദ്ദേഹത്തിൻ്റെ ഡ്രാമകളിൽ നിന്ന് ഇൻസ്പയർഡായി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് മൂവീസും അദ്ദേഹത്തിൻ്റെ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ നല്ലൊരു എക്സാമ്പിളാണ് ലയൺ കിങ് എന്നുള്ള മൂവി. അത് അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് എന്നുള്ള സ്റ്റോറിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിനിമയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കളിയാട്ടം എന്ന് പറയുന്ന മലയാള സിനിമ ഒഥല്ലോ എന്നുള്ള ട്രാജിക് ഡ്രാമയിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ, world is a stage for human being where they play different roles of life. In fact, human beings play their parts in the life as characters play their role on stage. അതായത് ജീവിതത്തെ നമ്മളൊരു സ്റ്റേജായി കാണുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ സ്റ്റേജിൽ ഓരോ റോൾസാണ് ചെയ്യുന്നത്, അല്ലേ? അറ്റ് പ്രസൻറ്റ് ഐ എം ടേക്കിംഗ് യു എ ലെസൺ. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. യു ആർ ദ ലിസണർ. സോ യു ആർ പ്ലേയിങ് എ റോൾ ഓഫ് എ ലിസണർ ആൻഡ് ഐ എം പ്ലേയിങ് എ റോൾ ഹൂ സ്പീക്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, യു ആർ ലിസണിങ് ടു മീ. അതുപോലെ വെൻ വി ആർ ഇൻ ഹോം, യു മേ ബി എ സ്റ്റുഡൻറ്റ്, യു മേ ബി എ ബ്രദർ ഓർ എ സിസ്റ്റർ ഓർ എ ഡോട്ടർ, എനിത്തിങ്. യു പ്ലേ എ റോൾ ഓഫ് എ ഫാമിലി മെമ്പർ. വെൻ യു ഗോ ടു സ്കൂൾ, യു ആർ എ സ്റ്റുഡൻറ്റ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ റോളുകളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ്ങിലേക്ക് പോവാം. First stanza, all world is a stage and all the men and women merely players. They have their exit and their entrances. One man in his lifetime plays many part, his acts being 7 ages. ഈ ഒരു ഭാഗത്തിൽ ആദ്യം പറയുന്നത് എന്താണ്, ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ഓൾറെഡി പറഞ്ഞു. അദ്ദേഹത്തിന് ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള ഡ്രാമയിലാണ് ഈ ഒരു പാർട്ടുള്ളത്. ഇതിൽ പറയുന്നത് നമ്മളെല്ലാവരും എന്താണ്, ഓൾ വേൾഡ് ഇസ് എ സ്റ്റേജ്. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും തന്നെ മിയർലി പ്ലേയേഴ്സ്. വി ആർ ജസ്റ്റ് പ്ലേയേഴ്സ്. വി ആർ ഡൂയിങ് സം ഡ്രാമ ഇൻ ദിസ് വേൾഡ്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ലൈഫ് ടൈം ദേ ഹാവ് ദെയർ എക്സിറ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു എക്സിറ്റും എൻട്രൻസും ഉണ്ട്. വിച്ച് മീൻസ് നമ്മളെല്ലാവരും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? വി ബോൺ, ദാറ്റ് ഇസ് അവർ എൻട്രൻസ് ടു ദിസ് വേൾഡ്, അല്ലേ? നമ്മൾ ജനിക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത്, ഈ ലോകത്തേക്ക്. അപ്പോൾ ഈ സ്റ്റേജിൽ കയറുക എന്നുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ബർത്തും അതുപോലെ തന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് ഡെത്തുമാണ്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ലൈഫ് ടൈം പ്ലേസ് മെനി പാർട്ട്. ആ ജനിച്ചു വീഴുന്ന കുട്ടിയിൽ നിന്നും മരിച്ചു പോകുന്നത് വരെയുള്ള ആ ഒരു സമയം, അത്രയും കാലത്തിൽ നമ്മൾ ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു റോൾസിന് നമുക്കൊരു 7 ഏജസ് ആയിട്ട് 7 കാലഘട്ടങ്ങളായി നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ സ്റ്റാൻസിലും ഓരോ ലൈഫ് സ്റ്റേജാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഹോൾ പോയം ടെൽസ് us about the transience of human life. അതായത് നമ്മുടെ ലൈഫ് ഇവിടെ എന്തല്ല, പെർമനൻ്റ് അല്ല. വി പ്ലേ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് വി ഗോ, അല്ലേ? ഒരു ഡ്രാമ എന്ന് പറയുന്നത് ഫോർ എ പീരീഡ് ഓഫ് ടൈം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡ്രാമ വരും. അതുപോലെ വി ഓൾ ആർ ജസ്റ്റ് ഇൻപെർമനൻറ്റ് ഇൻ ദിസ് വേൾഡ്. നമ്മളാരും പെർമനൻ്റ് ആയി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. യു വിൽ ഗോ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് യു വിൽ ഡൈ ആൻഡ് ഡോണ്ട് വറി എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഇൻ ദിസ് ലൈൻസ് പോയറ്റ് കമ്പയർസ് ദിസ് വേൾഡ് ടു എ സ്റ്റേജ് ആൻഡ് ഓൾ മെൻ ആൻഡ് വുമൺ ആർ ഓൺലി ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഇൻ ദ സ്റ്റേജ് ഓഫ് ദിസ് വേൾഡ്. ആൻഡ് ദ പീപ്പിൾ പ്ലേ ഡിഫറെൻറ്റ് routes to enter the stage and also have different exits to go out. And the stage entry means the born and the death is the leaving the stage. And also we play different roles and these are 7 ages. Like our drama, we have different scenes and act. Same way here, different എക്സിറ്റ്സ് ആർ ദെയർ ആൻഡ് ഓൾസോ എൻട്രൻസസ് ആർ ദെയർ. ഇവിടെ 7 ലൈഫിലെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് ഇൻഫാൻറ്റ് ക്രൈയിങ്. ഒരു കുഞ്ഞ് കരയുന്നതാണ് ആദ്യം അദ്ദേഹം പറയുന്നത്, കുഞ്ഞായിരിക്കുന്നു. പിന്നെ ഒരു കംപ്ലൈനിങ് സ്കൂൾ ബോയ്, വൈനിങ് സ്കൂൾ ബോയ് ആൻഡ് എ ലവർ ആൻഡ് എ ബിയേർഡഡ് സോൾജിയർ, എ വൈസ് ജസ്റ്റിസ്, ആൻ ഓൾഡ് മാൻ ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ഇതാണ് അദ്ദേഹം ഈ പോയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 7 സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് പോകുകയാണെങ്കിൽ, അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ് മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദ നേഴ്സ് ആംസ്. എന്താണ് ആദ്യം, അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്, ആദ്യം ഒരു കുഞ്ഞാണ്, അല്ലേ? നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ചെറിയ കുട്ടിയാണ്. മ്യൂളിങ് എന്നാണ്, ചെറിയ കുഞ്ഞുങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദ നേഴ്സസ് ആംസ്. എന്ത് ചെയ്യുന്നു, അവർ ബേബി ജനിക്കുന്നു, അത് കരയുകയും ഛർദ്ദിക്കുകയും പ്യൂക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇൻ ദ നേഴ്സസ് ആംസ്, നേഴ്സിൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു കുട്ടിയാണ് നമ്മളെല്ലാവരും ആദ്യം. ഓക്കെ, വി മേക്സ് എൻട്രി ആസ് എ ബേബി ആൻഡ് ഫുള്ളി ഡിപ്പെൻഡഡ് ഓൺ അതേഴ്സ്, അല്ലേ? നേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഇൻഫാൻറ്റ് ഇരിക്കുന്നത്.
And then whining schoolboy with his satchel and shining morning face, creeping like snail unwillingly to school. എന്താ പറയുന്നത് നെക്സ്റ്റ് എന്താണ്? ഒരു വൈനിങ് സ്കൂൾ ബോയ്, ദാറ്റ് കംപ്ലൈനിങ് സ്കൂൾ ബോയ് അല്ലേ? നമ്മളെല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു താല്പര്യം ഇല്ലാണ്ടായിരിക്കും പോവുക. സോ വി ആർ കംപ്ലൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ മീൻസ് ഹിസ് ബാഗ് അല്ലേ? വലിയൊരു ബാഗ് തൂക്കിയാണ് കുട്ടി സ്കൂളിലേക്ക് പോവുക. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, അവൻ്റെ മുഖം എപ്പോഴും എങ്ങനെയായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും. കുട്ടികളുടെ മുഖം എന്താണ്? ഇന്നസെൻ്റ് ആണ്. ദേ ആർ വെരി പ്ലസൻറ്റ്. അപ്പോൾ ആ കുട്ടികളുടെ മുഖത്തുള്ള ആ ഒരു ഫ്രഷ്നെസ് അത് എന്തായിരിക്കും? ആ മുഖത്തോടു കൂടിയായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് കുട്ടി ബാഗും തൂക്കി സ്കൂളിൽ പോവാം. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, പക്ഷേ എങ്ങനെയാണ് പോകുന്നത്? ലൈക്ക് എ സ്നെയിൽ മൂവിങ് വെരി സ്ലോലി ടു ദ സ്കൂൾ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ഒട്ടും താല്പര്യമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ആരൊക്കെയോ നിർബന്ധിച്ചാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോകുന്നത്. And next, and then the lover, sighing like a furnace with a woeful ballad made to his mistress' eyebrow. And the third stage of a man's life is a lover, and he's grown up person. അല്ലേ? സ്കൂളിൽ പോകുന്ന കുട്ടിയെ പോലെയല്ല, കുറച്ചും കൂടി മുതിർന്ന ഒരു കുട്ടിയാണ്. ആൻഡ് അസ്യൂംസ് ദ ഫോം ഓഫ് എ ലവർ. ആൻഡ് ഹിയർ ദ യൂത്ത് ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ ലവർ. ഒരു യുവാവിനെ ഇവിടെ ഒരു ലവറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ടൈംസ് ഹി ലവ്സ് ഹിസ് ബിലവഡ് ആർഡൻലി. അതായത് മറ്റുള്ളവരെക്കാളും ഏറ്റവും താൻ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും? ആ സമയത്ത് തൻ്റെ ലവറിനെ ആയിരിക്കും. ഓക്കെ, ആ ഒരു പ്രായത്തിൽ യൂത്ത് ആയിരിക്കുമ്പോൾ തൻ്റെ ലവറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്നത്. ആൻഡ് ഹി ലവ്സ് വെരി മച്ച്. ആൻഡ് സൈസ് ലൈക്ക് എ ഫേർണസ് ആൻഡ് ഓവൻ. എന്താണ്? ഒരു അടുപ്പ് കത്തുന്ന പോലെ ആയിരിക്കും ആളുടെ മനസ്സ്. അത്രയും എന്താണ്? ഭയങ്കര എനർജറ്റിക് ആയി, ഇല്ലെങ്കിൽ ഭയങ്കര പ്രണയം റൊമാൻറ്റിക് ആയി ആയിരിക്കും ആ ഒരു സമയത്ത് കാണപ്പെടാൻ സാധിക്കാം. ഹി റൈറ്റ്സ് എ സോങ് ഇൻ പ്രൈസ് ഓഫ് ഹിസ് ബിലവഡ്സ് ഐബ്രോ. ആ സമയത്ത് ആ പ്രണയിനിയുടെ കണ്ണുകളും മൂക്കളും ഒക്കെ തന്നെ എന്തായിരിക്കും? പോയറ്റിക് ആയിട്ട് തോന്നും അല്ലേ? അവളുടെ ഐബ്രോസിനെ കുറിച്ച് കവിതകൾ വരെ അവൻ എഴുതും. വോഫുൾ മീൻസ് സാഡ് ഓർ സീരിയസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ സീരിയസ് ആയിട്ട് തൻ്റെ പ്രണയിനിയുടെ ഐബ്രോസിനെ കുറിച്ച് കവിത എഴുതുന്ന പ്രായമായിരിക്കും. ആൻഡ് ഹി ഓൾസോ സിംഗ്സ് സച്ച് സോങ്സ് അഗെയിൻ ആൻഡ് ബേൺസ് ഇൻ ഹിസ് ഇമോഷൻ. ചിലപ്പോൾ ആ പ്രണയം തകരുമ്പോൾ വളരെ വിഷമമുള്ള സോങ്ങുകളും അവൻ പാടുന്നുണ്ടാവാം. ഓക്കെ, and next stage is a bearded soldier, then a soldier full of strange oaths and bearded like a pard, jealous in honor, sudden and quick in the quarrel, seeking the bubble reputation even in the cannon's mouth. എന്നാണ് ഈ വ്യക്തിയുടെ ഒരു ഒരു മനുഷ്യൻ്റെ ഫോർത്ത് സ്റ്റേജാണ് ഒരു സോൾജിയർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ബിക്കം മെച്ചുവേർഡ്. ആ പ്രണയമൊക്കെ പോയി കുട്ടികളെയൊക്കെ മാറി കുറച്ച് മെച്യൂരിറ്റി വന്ന ഒരു സമയം. ആൻഡ് ഹി ഹാസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓത്ത്സ്. ആ വ്യക്തിയുടെ ചിന്തകളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ജലസ് ഓഫ് ഓണർ. അതിന് മുമ്പ് ബിയേർഡ് ലൈക്ക് പാഡ്. എന്താണ്? ഒരു അനിമലിനെ പോലെ, ലെപ്പേർഡിനെ പോലെ എനർജറ്റിക് ആയിരിക്കും ആ വ്യക്തി. അതുപോലെ തന്നെ ബിയേർഡ്, അവൻ്റെ താടി എങ്ങനെയായിരിക്കും? ഒരു ലെപ്പേർഡിനെ പോലെ ആയിരിക്കും. മീൻസ് ദാറ്റ് മച്ച് ഫിയേഴ്സ്, ദാറ്റ് മച്ച് സ്ട്രോങ് ആയിരിക്കും ആ സമയത്ത് ആ വ്യക്തി. ആൻഡ് ഡ്യൂറിങ് ദ സ്റ്റേജ് ഹി വിൽ ബി ജെലസ് ഓഫ് ഓണർ ഓഫ് അതർ. മറ്റുള്ളവരെ അസൂയോടെ നോക്കുന്ന ഒരു സമയമായിരിക്കും അത്. അതായത് തന്നെക്കാളും മികച്ചത് ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സമയം. ആൻഡ് ഹീസ് വെരി ക്യുക്ക് ടെമ്പേർഡ് ആൻഡ് ഓൺസ് ക്വാറൽസ്. വളരെ ക്യുക്ക് ടെമ്പേർഡ് ആയിരിക്കും. ക്യുക്ക് ടെമ്പർ മീൻസ് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, എടുത്തുചാട്ടമുള്ളൊരു സ്വഭാവമായിരിക്കും. ആൻഡ് ഓൾസോ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരോട് വഴക്ക് പിടിക്കുന്ന ഒരു പ്രായമായിരിക്കും അത്. ആൻഡ് വാം ബ്ലഡഡ് എന്നാണ് ചുടുരക്തം എന്ന് പറയുന്ന, എന്തു ചെയ്യാനും മടിക്കാത്തൊരു പ്രായമായിരിക്കും അത്. ആൻഡ് ഹി ലുക്സ് ഫോർ ടെമ്പററി റെപ്യൂട്ടേഷൻ ആൻഡ് ഫെയിം. പെട്ടെന്ന് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രായമായിരിക്കും ഈ പറയുന്ന ഒരു സോൾജർ എന്നുള്ള സ്റ്റേജ്. ആൻഡ് ഇൻ ഹിസ് ടെമ്പററി ഫെയിം ഹി ഈസ് ഈവൻ റെഡി ടു ഗോ ഇൻ ടു ദ മൗത്ത് ഓഫ് എ ഗൺ. ഹി ഡസ് നോട്ട് ബോദർ ഓഫ് ഡേഞ്ചേഴ്സ്. എന്താണ്? ഈവൻ ഇൻ ദ ക്യാനൻസ് മൗത്ത്. എന്താ പറയുന്നത്? ആ ഒരു ബബിൾ റെപ്യൂട്ടേഷൻ. ബബിൾ മീൻസ് കുമിളക്ക് ഐസ് ഉണ്ടോ? ഇല്ല, വളരെ ചെറിയ ഐസാണ്. അപ്പോൾ ആ ചെറിയ ആ ഒരു ധൈര്യം, പ്രൈഡ്, അഹങ്കാരത്തിൽ ഒരു തോക്കിന് മുമ്പിൽ പോയി നിൽക്കാൻ പോലും മടി കാണിക്കാത്തൊരു പ്രായമായിരിക്കും അത് അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പല തെറ്റുകളിലേക്കും പോകുന്നതും അല്ലെങ്കിൽ പല വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെപ്യൂട്ടേഷൻ അല്ലേ? ജീവിതത്തിൽ മറ്റുള്ളവരെ അറിയണം, താൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പലതും ചെയ്യുന്നത്. ആ ഒരു പ്രായമാണിത്. ആ സമയത്ത് മുമ്പിലുള്ള ഒരു ഡേഞ്ചേഴ്സിനെയും അവർ നോക്കില്ല. അതായത് ഫ്യൂച്ചർ കാണാതെ അറ്റ് പ്രസൻറ്റ് താൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്ന ഒരു പ്രായമാണിത്. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എ വൈസ് men ആണ്. ഓക്കെ, വൈസ് ജസ്റ്റിസ് ആണ്. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ് വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട് ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസ് ആൻഡ് സോ ഹി ഓൾസോ പ്ലേസ് ഹിസ് പാർട്ട്. എന്താണ്? ജസ്റ്റിസ് ഇൻ ദ സ്റ്റേജ് ഹി ഹാസ് അക്വയർഡ് വിസ്ഡം ത്രൂ മെനി എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ ഹിസ് ലൈഫ്. എന്താണ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഒരു വ്യക്തി എന്താണ്? ജീവിതാനുഭവങ്ങൾ കൊണ്ട് മെച്യൂരിറ്റി വന്ന ഒരു മനുഷ്യനായിരിക്കും. ആൻഡ് ഹി റീച്ച്ഡ് എ സ്റ്റേജ് വെർ ഹി ഹാസ് ഗെയിൻ പ്രോസ്പെരിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ആ സമയത്ത് ആ വ്യക്തി എന്തായിരിക്കും? വളരെ ഫോർമലായി, വളരെ സീരിയസ് ആയി ജീവിതത്തെ കാണുന്ന, തൻ്റെ ജീവിതത്തിൽ സമാധാനമൊക്കെ ലഭിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനായിരിക്കും ആ സമയത്ത്. ആൻഡ് ഹി ബിക്കംസ് വെരി അറ്റൻറ്റീവ് ആൻഡ് ഓഫ് ഹിസ് ലുക്സ് ആൻഡ് ബിഗിൻസ് ടു എൻജോയ് ഫൈനസ്റ്റ് തിങ്സ് ഇൻ ഹിസ് ലൈഫ്. ആ സമയത്ത് ആ വ്യക്തി വളരെ ജീവിതത്തിൽ അറ്റൻറ്റീവായി ജീവിതത്തെ വളരെ നന്നായി കാണുകയും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും, തനിക്ക് ജീവിതത്തിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രായമായിരിക്കും. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ് മീൻസ് ഇൻ ഹിസ് ഫെയർ റൗണ്ട് ബെല്ലി. ആ മനുഷ്യന് നല്ലൊരു ബെല്ലി ഉണ്ടാവും, വയറുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ വയർ വന്നത്? വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്. ഹി ഹാഡ് വെരി ഗുഡ് ഫുഡ് ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി ഇൻ ഹിസ് ലൈഫ്, സോ ഹി ഗോട്ട് എ ബെല്ലി. ആൻഡ്
he becomes mature and understand the way of life through his past experience. And his eyes are severe. Severe means he is very serious and beard of formal cut. നേരത്തെ സോൾജിയർ പോലെയുള്ള ലെപ്പേർഡ് കൈൻഡ് ഓഫ് ബിയേർഡ് അല്ല, വളരെ ഫോർമലായി ഉള്ള ഒരു ബിയേർഡാണ്. ആൻഡ് ഫുൾ ഓഫ് വൈസ് തോസ് ആൻഡ് ഹീ തിങ്സ് എവറിത്തിങ് വൈസ്. എല്ലാം ബുദ്ധിപരമായി കാണുകയും ചിന്തിക്കുകയും അഡ്വൈസുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസ്, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ആൻഡ് ഹി ഓൾസോ പ്ലേസ് ഹിസ് പാർട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാർട്ടുകൾ ചെയ്യും. Next is an old man, as we said, and there he moves to a lean, the sixth age shift into a lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse well saved a world too wide for his shrunk shank and his big manly voice, turning again toward childish trouble, pipes and whistles in his sound. That's ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ആൻഡ് ദിസ് മാൻ ചേഞ്ച് ടു ഓൾഡ് ഏജ് ടു ഓൾഡസ്റ്റ്, അതായത് വളരെ പ്രായം ചെന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതൊരു സ്ട്രേഞ്ച് സ്റ്റേജാണ്. ഈ സമയത്ത് അവരുടെ വസ്ത്രവും അവരുടെ ബുദ്ധിയും ഒക്കെ തന്നെ മാറിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അവരുടെ ഡ്രസ്സിങ് മാറിയിട്ടുണ്ടാവും, ലീനായിട്ടുണ്ടാവും, അതുപോലെ സ്ലിപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം, ലൂസ് ട്രൗസേഴ്സും കണ്ണടയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ യൂത്ത്ഫുൾ ഹോൾസ് ഒക്കെ പോയി. ആൻഡ് ഹീ ബിക്കം വെരി ഷ്രങ്ക്ഡ്, ഹീ ബിക്കം വെരി തിൻ, ബോഡിയൊക്കെ ചുരുങ്ങിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. ശബ്ദമൊക്കെ മാറും. അതുപോലെ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് എൻഡ്സ് this strange eventful history has second childishness and mere oblivion, sans teeth, sans eyes, sans taste, sans everything. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു രണ്ടാം ചൈൽഡ്ഹുഡാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാം മറക്കും. വായിൽ പല്ലുണ്ടാവില്ല, കാഴ്ചയുണ്ടാവില്ല, രുചികൾ അറിയുന്നുണ്ടാവില്ല, ആൻഡ് സാൻസ് എവറിത്തിങ്, ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജീവിതം, അതായത് ഒരു കിടപ്പ് രോഗി എങ്ങനെയായിരിക്കും? ഒരു 100 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? അയാൾക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, കേൾക്കുന്നുണ്ടാവില്ല, എല്ലാവരുമല്ല, എല്ലാം മറന്ന് ഒരു കിടപ്പ് രോഗി, വെറും ജീവൻ മാത്രമുള്ള ഒരു വ്യക്തി, എല്ലാം ഡിപ്പെൻഡഡ് ആയിരിക്കേണ്ട ഒരു വ്യക്തിയായി മാറുന്നു അല്ലേ. ഫസ്റ്റ് നമ്മൾ ഇൻഫാൻറ്റിനെ കുറിച്ച് പഠിച്ചു, കരയുകയും വോമിറ്റ് ചെയ്യുകയും ഒക്കെ നേഴ്സിൻ്റെ കയ്യിലാണ്. അതുപോലെയുള്ള ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പോയം. കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ലൈഫ് ഇസ് എ ഡ്രാമ, വി ഓൾ ആർ ആക്ടേഴ്സ് ആൻഡ് അവർ ലൈഫ് ഇസ് വെരി ഇൻപെർമനൻറ്റ് ആൻഡ് വി പ്ലേ ഡിഫറെൻറ്റ് റോൾസ് ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇത്രയാണ് പോയം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.